ഞാനൊരു 4 ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. 4 ചപ്പാത്തി. ഇത് 3ാമത്തെ ചപ്പാത്തിയാണ്. അപ്പം ആണല്ലോ. ഇപ്പോൾ ചപ്പാത്തിയും മീൻകറിയും നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാനല്ല, ഞാൻ എപ്പോഴും കഴിക്കുന്നതന്നെയാണ്. അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കുന്ന വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്താന്ന് കാണണ്ടേ. ഇത് മീനാണ് കേട്ടോ. നമ്മുടെ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്ന മീനുണ്ടല്ലോ, സാമൻ. അപ്പം ആ മീനാണ്, സാൽമൺ ഫിഷാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനുള്ള മീനിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഞാൻ കഴിക്കുന്ന പോലത്തെ കുറേ സാലഡുകൾ ഉണ്ട്. പിന്നെ എനിക്ക് കുറച്ച് മധുരത്തിന് നമ്മുടെ ഇതിട്ടിട്ട് ഒരു ചിയ പുഡിംഗ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി എടുക്കാം. ഇത്രയും ചപ്പാത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, അല്ല ഉണ്ടാക്കിയത് മൊത്തത്തിൽ. നമുക്കതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കഴിച്ചു തുടങ്ങാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. നമ്മുടെ ചപ്പാത്തിയും മീൻ കറിയും നോക്കിക്കോ. ഓക്കെ, ഇത് ഓപ്പണാക്കി കാണിക്കാം. ചപ്പാത്തിയും മീനും കഴിച്ചിട്ടില്ലാത്തവർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കഴിച്ചു നോക്കേണ്ടതാണ്. ഓക്കെ, ഇതാ നോക്ക്. ചില്ലി നമുക്ക് ലെയറായിട്ട് so nice. So yummy, delicious.
Chili. One of the best combinations is chapati with the fish curry or fish fry. അങ്ങനെ ചപ്പാത്തിയുടെ ഒരു പീസ് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് നമ്മൾ വെച്ചിട്ട് you can put some onions also. ഇടയ്ക്ക് ആ മുളകിൻ്റെ അങ്ങോട്ട് മുളകിൻ്റെ ആ ഒരു എന്താ പറയുക കുത്തൽ സൂപ്പർ. ചപ്പാത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. Look at the gravy. Dip it in that sauce. പുളിയുണ്ട് ഇതിനകത്ത്. പുളിയൊക്കെ ഞങ്ങൾ തിന്നും. ഒന്നും വേസ്റ്റാക്കി കളയുന്ന പരിപാടിയില്ല. These are tomatoes. Juicy tomatoes. Next chapati.
അത് പുളിയായിരുന്നു. ഒരു പീസ് പുളി. It's the tamarind. This is the tamarind. Yummy and delicious. I can't talk much when I'm eating chapati. Look at it. ആ മീൻ വറുത്ത പാത്രമുണ്ട്, അത് നമ്മൾ വടിച്ചങ്ങ് തിന്നും. വാ, I'm not wasting anything. Oh, wow. If you got some rice, just cream it up. Mix it with the rice. It'll be so tasty. നല്ല ചൂട് ചോറുണ്ടായിരുന്നു, അതിൻ്റെ അകത്തോട്ട് പരട്ടി അങ്ങ് തിന്നാം. That's it. I got 2 more pieces. ഇത് റബാദ മീൻ തന്നെ, എന്തൊരു ടേസ്റ്റാ. ലാസ്റ്റ് ചപ്പാത്തി.
ഓക്കെ. നമ്മൾ ലെയർ കണ്ടോ? ഉം, ഉം, ഉം. ഉം, ഉം. നമ്മുടെ പുളി എണ്ണക്കകത്തോട്ട് പരട്ടി. ഉം. ഉം. Juicy tomatoes. Oh. Mm. ബാക്കി പുളി. Wow. Look, the last piece. Oh. Last chili. ലാസ്റ്റ് നമ്മൾ ചെറിയൊരു പീസ് അങ്ങോട്ട് മീനിൻ്റെ എടുത്തിട്ട് നമ്മൾ ആ ചപ്പാത്തിക്കകത്തോട്ട് വെച്ച്
salmon fish and chapati. Wow. Incredible taste. Amazing combination. Look. The last. Last piece. നമ്മൾ നാരങ്ങ എനിക്ക് പണ്ടേ തൊട്ട് ഇഷ്ടമാണ് ഇങ്ങനെ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റിലത് ഇങ്ങനെ ചപ്പണം. ചില സമയത്ത് ഈ തൊണ്ടും കൂടെ അങ്ങ് തിന്നാൻ തോന്നും. എനിക്ക് തിന്നാൻ തോന്നുമല്ല, തിന്നും. എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. ചില സമയത്ത് ഞാൻ തിന്നും. വേണമെങ്കിൽ ഞാൻ തിന്ന് കാണിക്കാം. ഇതാ നോക്കിക്കോ. നാരങ്ങയുടെ അകത്ത ഒരു ഇതുണ്ടല്ലോ, സ്കിന്നുണ്ടല്ലോ, അതൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് അതങ്ങ് ഊരിപ്പോവും. ഇതാണ് ഈ നാരങ്ങ തോട്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ അല്ല കേട്ടോ, നല്ല കട്ടിയുള്ള നാരങ്ങ. ഇതിന്റെ സ്കിന്ന് നല്ല ടേസ്റ്റിയാണ്. ഇതിന്റെ തോട് നല്ല കട്ടിയുള്ളതാണ്. നല്ല തിന്നാൻ നല്ല വലിയ പുളിയൊന്നുമില്ല, കുഴപ്പമില്ല. ഇനിയും ഒരാളെ കൂടെ എടുക്കാനുണ്ട്. പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തുവാന്ന്. ഓക്കെ, എടുത്തിട്ട് വരട്ടെ. നമ്മുടെ അവക്കാഡോ മച്ചാൻ. ഞാനിനി സീഡൊക്കെ എടുത്ത് കളഞ്ഞു. ഇത് നമ്മുടെ അവക്കാഡോ. ഇന്നലെ ഞാൻ കാണിച്ച അവക്കാഡോ ഇല്ലേ, എൻ്റെ ബാക്കിയാണ്. അതിന് ബാക്കി എന്ത് രസമായി അവക്കാഡോ കഴിക്കാൻ. അത് കഴിഞ്ഞു. ഇനി ഒരേ ഒരു സാധനം മാത്രം ബാക്കിയുണ്ട്, നമ്മുടെ പായസം. നോക്കിക്കോ, നമ്മുടെ ചൗവരി പോലെ കിടക്കും ഈ ചിയ സീഡ് ഉണ്ട്, നേരത്തെ പറഞ്ഞത്. അത് ഇനി നമ്മുടെ ചൗവരി പോലെ ഇങ്ങനെ കിടക്കും. അത് വെന്ത് ഉണ്ടോ, അതിട്ടുണ്ടാക്കിയ ഒരു തരം പായസം. അതുകൊണ്ട് ചിയ പുഡിങ് എന്നൊക്കെ പറയത്തില്ലേ,
അതുപോലെ ഒരു സംഭവം. പക്ഷെ പുഡിംഗ് അല്ല, ഇത് ചെയ്യാം. ജസ്റ്റ് ഒരു കാണാൻ പറ്റുന്നുണ്ടോ? എന്തില്ല, നമ്മുടെ ചൗവരി പോലെ കിടക്കുന്നു. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ചിയ. അപ്പം ഇത് നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നതല്ല. ആ കെട്ടിറങ്ങട്ടെ നമ്മുടെ ചപ്പാത്തിയുടെയും സാമൻ ഫിഷിന്റെ. ഇത് അങ്ങോട്ട് കഴിക്കുമ്പോഴത്തേന് അതിന്റെ കെട്ടിറങ്ങും. അല്ല, കള്ളു കുടിച്ചിട്ട് പറയുന്ന പോലെ. I put chia seeds in it and then some flat rice and some raisins, almond milk. That's it. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിനകത്ത് ഞാൻ ഇതുണ്ടല്ലേ നമ്മുടെ അവൽ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചപ്പാത്തിയും മീൻ കറിയും അല്ലെങ്കിൽ ചപ്പാത്തിയും മീൻ വറുത്തും കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഉച്ചലേ തൊട്ട് ഞങ്ങൾ കഴിക്കുന്ന സംഭവമാണ് ചപ്പാത്തിയും മീനും. എൻ്റെ വീട്ടിൽ ഇതുപോലെ സവോളയൊക്കെ എറിഞ്ഞിട്ട്. പക്ഷെ ഈ മീൻ ഒരു കിടുകിടുക്കൻ മീനാണ് കേട്ടോ, ഈ ചുമന്ന മീൻ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അതിന്. അത് കാണുമ്പോഴത്തേനും അറിയാം, അധികം കട്ടിയില്ലാത്തൊരു മീനാണ് അത്. നമ്മളിങ്ങനെ പച്ചയ്ക്ക് അത് എടുത്താലുണ്ടല്ലോ, ഇല്ലേ അലുവ പോലെ ഇരിക്കും. പക്ഷെ നമ്മളത് അങ്ങോട്ട് ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം. അത് മൊത്തം കഴിച്ച് തീർക്കാൻ തോന്നും. ഓക്കെ, അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ചപ്പാത്തിയായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഞാൻ ദിവസമല്ല, ഞാൻ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു അന്നേരമൊക്കെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത്. ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി എനിക്ക്. അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾ കാണുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത് പ്ലീസ്. അപ്പം എനിക്ക് കേരള പൊറോട്ട തിന്നണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. ഇവിടെ ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടും കേരള പൊറോട്ട, പക്ഷെ അത് അത്ര ഇതില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇഫ് ദോസ് ഹു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, ഓക്കെ. ആൻഡ് പിന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ഞാൻ മറ്റൊരു വിഭവമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഓക്കെ, കമൻ്റ് ഇടാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ വീണ്ടും പറയാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ തീർന്നു ഇതോടെ. സാൽമൺ മീൻ മേടിച്ചപ്പോൾ ഞാൻ അതിൻ്റെ രണ്ടിത് ഞാൻ വീഡിയോ ഇട്ടു. അതായത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, രണ്ടിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മീൻ ഇതോടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അടുത്തിടയ്ക്കൊന്നും ഇനി മീൻ ഇപ്പോഴും മേടിക്കുന്നില്ല.
കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇച്ചിരി വില കൂടിയ മീനാണ്. നമ്മളൊരു ഇത്രയും അതായത് ഇത്രയും വലുപ്പത്തിലൊക്കെയുള്ള ഇത്രയും തന്നെ കിട്ടണമെങ്കിൽ അതായത് നമുക്കിങ്ങനെ മുറിച്ച് കിട്ടും. ഇത്രയും തന്നെ കിട്ടണമെങ്കിൽ ഒരു നമ്മുടെ ഈ 1000 സംതിങ് ആവും. 10,000 1100 അത്രയൊക്കെ വിലയാവും ഇത്രയും ഒരിച്ച് മേടിക്കുന്നതിന് തന്നെ. അപ്പം പിന്നെ ഇനി എന്താണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഈ അവക്കാഡോ സീഡ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലേ? So